ഓക്കെ, ഇനി കാറ്റഗറി 1-ൻ്റെ തന്നെ EVS ആണ് നോക്കാനുള്ളത്. EVS ഈ 61ാമത്തെ ചോദ്യത്തിനകത്ത് ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട്. അത് C ആണോ D ആണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. അപ്പം അതുകൊണ്ട് 61ാമത്തെ ഒഴിവാക്കുന്നു. 62 ഇനി വായിച്ചങ്ങ് പോവാന്നേടാ. 62 ഉത്തരം C. 62 ഉത്തരം C ആണെടാ, C. 63 ജൈവവൈവിധ കമ്പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് C ആണ്, റോട്ടാണ്. 63 C ആണ്. 64 വൈറസ് മൂലമുണ്ടാകുന്ന രോഗം D ആണ്, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 65 പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്നത് ആരുമായി ബന്ധപ്പെട്ട റിച്ചാർഡ് ലൂവ് ആണ്. റിച്ചാർഡ് ലൂവ്, B. 65 B. 66 അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുടെ അനുപാതം ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? പൈ ചാർട്ടാണ്, B. 66 B. 67 3ാം ക്ലാസ്സിലെ പരിസര പഠന ക്ലാസ്സിൽ ചെടികളുടെ വേരാണോ തണ്ടാണോ പ്രധാനം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന പഠനതന്ത്രം, ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ലഘു പരീക്ഷണം സംവാദവുമാണ്. C ആണ് അനുയോജ്യമായത്. C. 67 C. 68 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംസ്ഥാന തലസ്ഥാനങ്ങൾ ശരിയായ ജോഡി ഏതെന്നാണ്. അപ്പം 68ാമത്തേൻ്റെ B. മണിപ്പൂരിൻ്റെ റാഞ്ചിയാണ്. B. മണിപ്പൂരിൻ്റെ റാഞ്ചി. 68 B ആണ് ഏട്ടാ. അടുത്തത് 69 താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യക്തമായ കാണ്ഡമില്ലാത്തവർ മൂസുകൾ. D. മൂസുകൾ. 70 ടീച്ചർ മാനുവലിലെ പ്രതിഫലാത്മക കുറിപ്പിൽ എന്തെല്ലാം വിലയിരുത്തുന്നു? എന്തിനെല്ലാം വിലയിരുത്തുന്നു? ടീച്ചർ, പഠിതാവ്, പഠനതന്ത്രങ്ങൾ. C. 71 ശരിയായ ജോഡി യുഗ്ലീന ഫാജല്ല അല്ലെങ്കിൽ യുഗ്ലീന ഫാജല്ല. B ആണ്. B. 72 പ്രൈമറി ക്ലാസ്സുകളിൽ 5 പോയിൻ്റ് ഗ്രേഡ് ഏതാണ്? B ആണ് വരേണ്ടത്. B ആണ് 5 പോയിൻ്റ് ഗ്രേഡ് വരേണ്ടത്. ഇത് വന്നു കഴിഞ്ഞാൽ ഏതാ? 9 പോയിൻ്റ് ഗ്രേഡ് ആവും. നമുക്ക് വേണ്ടുന്ന 5 പോയിൻ്റ് ആണ്. 5 പോയിൻ്റ് ഇവിടെ വരും. ഓക്കെ, B. 72 B ആണ്. 73 താഴെ പറയുന്നതിൽ ഉരകജീവി A ആണ്, സലമാണ്ടർ. 73 A. അടുത്ത 74 പോകാന്നേടാ. 74 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ഒന്ന് പരിശോധിക്കാനാണ്. അതിനകത്ത് എന്താണ്? ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇതെല്ലാം നമ്മളെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നത്, വീട്ടിലെ ഉപകരണങ്ങൾ എന്നീ ജീവിത ശൈലി പിന്തുടരുന്നു. അതെല്ലാം വരുന്നത് ഏതാണ്? പ്രയോഗ മേഖലയിലായിരിക്കണം. D. 74 D. ഓക്കെ, 75 താഴെ പറയുന്നതിൽ കാർഷിക ആവശ്യത്തിനുള്ള ഏറ്റവും വലിയ ജലസംഭരണി A ആണ്, മലമ്പുഴ. 75 A. 76 അടിയന്തര ആവശ്യങ്ങൾക്ക് ആംബുലൻസ് 102 D. 101 ഏതാ? ഫയർഫോഴ്സ്. 100 പോലീസ്. 10 വന്നിട്ട് ചൈൽഡ് വെൽഫെയർ. ഓക്കെ, അടുത്തത് 76. അടുത്ത 77ാമത്തെ ചോദ്യമാണ്. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങളുടെ കൂട്ടം കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രിക് ഓക്സൈഡ്. C ആണ്. 77 C. അടുത്തത് 78ാം ചോദ്യം. എന്താണ്? പരികൽപ്പന എന്നുള്ള മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനമാണ് പരികൽപ്പന. 78 A. അടുത്ത 79 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാധാരണ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള pH ഏതാണ്? 5.5 to 7. C ആണ്. C. 80 ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട PBR എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 80ൻ്റെ ഉത്തരം A ആണ്, പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. 81 മരക്കരിയുടെ സവിശേഷതയാണ് മഴവെള്ള സംഭരണിയുടെ വാട്ടർ ഫിൽട്ടറിൽ ഉപയോഗിക്കുന്നത്. ഏത് സവിശേഷതയാണെന്ന്? സുഷിരങ്ങൾ, കറുപ്പ് നിറ, ആകൃതി, ഭാരക്കുറവ്. ഏതാണ് സുഷിരങ്ങൾ എന്നുള്ളതാണ് ഉത്തരം. A ആണ്. 81. 82 കൂടുതലടങ്ങിയത് പയറ്, ചീര, വെണ്ട.
ചേമ്പാണ് ഉത്തരം. എ ആണ് ഉത്തരം. ബാക്കി പയറിനകത്ത് ഏതാ വരുന്നത്? പയറിനകത്ത് മാംസ്യമാണ് കൂടുതൽ. മാംസ്യം കൂടുതലുള്ളത് പയറല്ല, ഈ കൂട്ടത്തിൽ ഉള്ളതിൽ മാംസമാണ് പയറിന് കൂടുതൽ. ഭൂമിയിൽ രാത്രിയിലും പകലും ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഭൂമി ഒരു അർദ്ധധാരിയ വസ്തുവാണ്. 5ാം ക്ലാസ്സിൽ പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അടുത്തത് 84. ഒരു ജീവി ജീവിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാടുകളെ എന്താ പറയുക? ആവാസം എന്ന് പറയും. 84C ആവാസം. ഓക്കെ, ഇത് പഴയ 6ാം ക്ലാസ് ആയിരുന്നു, ഇപ്പോഴത്തെ 5ാം ക്ലാസ് ആണെന്ന് തോന്നുന്നത്. 84ാമത്തെ ചോദ്യം. 85. ലാറ്ററൈറ്റ് മണ്ണിൽ ഇരുമ്പും അലൂമിനിയമാണ് അടങ്ങിയിരിക്കുന്നത്. ബി. 86ാമത്തെ ചോദ്യം. തെറ്റായ ജോഡി ഏത്? ബാലഗംഗാധര തിലകൻ പഞ്ചാബ് കേസരി. ലാലാ ലജ്പത് റായ് അല്ലേ പഞ്ചാബ് കേസരി? പഞ്ചാബ് സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ലാലാ ലജ്പത് റായ് അല്ലേ? ഓക്കെ. 86. 87. താഴെ പറയുന്ന പ്രത്യേകതയുള്ള ഗ്രഹം ഏത്? ഉപഗ്രഹങ്ങളുള്ള സൂര്യനോട് അടുത്തിരിക്കും സൗരത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. സൂര്യനോട് അടുത്തിരിക്കുന്നു സൗരത്തിലെ ഏറ്റവും ഏതാ? ബുധൻ. ഓക്കെ. 88. പരിസര പഠന ക്ലാസ്. വസ്ത്രം എന്നതുമായി ബന്ധപ്പെട്ട് വസ്ത്രങ്ങളുടെ ചരിത്രം, വിവിധതയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസര പഠനത്തിൻ്റെ സവിശേഷതയാണ് എന്ത് സവിശേഷതയാണ് ഇതെന്ന് പറഞ്ഞാൽ 88ആണ്. 88A ആണ്. ഉദ്ഗ്രഥിത സമീപനം ആണ് ശരിയായ ഉത്തരം. ഉദ്ഗ്രഥിതമാണ്. 89ലേക്ക് വരുന്നു. പ്രാഥമിക ശുശ്രൂഷയിൽ പെടാത്ത രക്തനൽകളല്ല. 89 ഇത് C ആണ്, ഇത് A ആണ്. 88C, 89A. അടുത്ത് കഴിഞ്ഞാൽ 90. അവസാനത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ വായുവിൻ്റെ സവിശേഷത അല്ലാത്തത്. ഒരു സംയുക്തമാണ്, ഒരു മിശ്രണമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഒരു സംയുക്തമാണ്, വായു ഒരു സംയുക്തമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ട് ഉത്തരം D. ഓക്കെ. വല്ല തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം.